അഴീക്കോട് മുനമ്പം ജങ്കർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് എറിയാട് പഞ്ചായത്തിൽ സംയുക്ത സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വി എസ് സുനിൽകുമാർ MLA ചൊവ്വാഴ്ച ഉപവാസം അനുഷ്ഠിക്കും. മുതുവട്ടൂരിൽ അനധികൃത കെട്ടിടത്തിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിന് അനുമതി നൽകിയതിനെ ചൊല്ലി ചാവക്കാട് നഗരസഭയിൽ വാക്കേറ്റവും ബഹളവും. നികുതി അടയ്ക്കാത്ത കെട്ടിട ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ AK സതീരത്നം. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ സമ്പൂർണ്ണമായി വിദേശ മദ്യ നിരോധനം നടപ്പാക്കണമെന്ന് TN പ്രതാപൻ MLA. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും MLA കത്ത് നൽകി. ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. അഴീക്കോട് മുനമ്പം ജങ്കർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് എറിയാട് പഞ്ചായത്തിൽ സംയുക്ത സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചു. വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. എറിയാട് വഴിയുള്ള സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. സംയുക്ത സമരസഹായ സമിതി പ്രവർത്തകർ എറിയാടിൽ പ്രകടനം നടത്തി. PK ചന്ദ്രശേഖരൻ, EV രമേശൻ, KS സതീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 5 മാസമായി അഴീക്കോട് മുനമ്പം ജങ്കർ സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതിനെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് VS സുനിൽകുമാർ MLA ചൊവ്വാഴ്ച ഉപവാസം അനുഷ്ഠിക്കും. അതേസമയം സംയുക്ത സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന റിലേ ഉപവാസ സമരം 21 ദിവസം പിന്നിട്ടു. അഴീക്കോടിൽ LDFന്റെ സമരപ്പന്തലിൽ UDFകാരനായ മുൻ MLA. ജങ്കർ സർവീസ് പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ട് LDF നടത്തിവരുന്ന റിലേ നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മുൻ MLAയും JSS നേതാവുമായ ഉമേഷ് ചള്ളിയിലെത്തിയത്. തന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ഉമേഷ് ചള്ളിയിൽ ആദ്യം വ്യക്തമാക്കിയെങ്കിലും പിന്നീട് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ വിമർശിക്കുകയും ജങ്കർ നടത്തിപ്പിൽ അഴിമതി ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ചാവക്കാട് നഗരസഭ 7-ാം വാർഡ് മുതുവട്ടൂരിൽ അനധികൃത കെട്ടിടത്തിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ ടവർ നിർമ്മാണത്തിന് അനുമതി നൽകിയതിനെ ചൊല്ലി ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കൌൺസിൽ യോഗത്തിൽ വാക്കേറ്റവും ബഹളവും. 14 വർഷമായി നഗരസഭയ്ക്ക് നികുതി അടയ്ക്കാത്ത കെട്ടിട ഉടമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. ടവർ നിർമ്മാണം റദ്ദ് ചെയ്തതായും ചെയർപേഴ്സൺ യോഗത്തിൽ അറിയിച്ചു. വാർഡ് കൌൺസിലർ ഹിമ മനോജ് ഉന്നയിച്ച ചോദ്യം അജണ്ടയായി വന്നപ്പോഴാണ് ബഹളമായത്. വ്യാജ നികുതി രശീതി ഉപയോഗിച്ച് നഗരസഭയെ കബളിപ്പിച്ച കെട്ടിട ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ അംഗം KV സത്താർ ആവശ്യപ്പെട്ടു. എന്നാൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കെട്ടിട ഉടമയ്ക്ക് സെക്രട്ടറി നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും 7 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാത്ത പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സൺ AK സതീരത്നം കൌൺസിലിനെ അറിയിച്ചു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ സമ്പൂർണ്ണ വിദേശ മദ്യ നിരോധനം ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും TN പ്രതാപൻ MLA കത്ത് നൽകി. ആദ്യഘട്ടത്തിൽ 10% ബിവറേജസ് കോർപ്പറേഷന്റെ വിൽപ്പനശാലകൾ പൂട്ടുന്നതിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ ആകെയുള്ള 2 കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവാരമില്ലാത്ത 418 ബാറുകൾ പൂട്ടിയപ്പോൾ മണ്ഡലത്തിലെ എല്ലാ ബാറുകളും അടച്ചിരുന്നു. കൊടുങ്ങല്ലൂരിലെയും വലിയ പറമ്പിലെയും ബിവറേജസ് വിൽപ്പനശാലകൾ മാത്രമാണ് ഇനിയുള്ളത്. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 30ഓളം കേന്ദ്രങ്ങളാണ് പൂട്ടുന്നത്. KPCC പ്രസിഡന്റ് VM സുധീരൻ എടുത്ത നിലപാടിൽ പിന്തുണ പ്രഖ്യാപിച്ച് TN പ്രതാപൻ MLA ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം പ്രതാപന്റെ കത്ത് പരിഗണിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എക്സൈസ് വകുപ്പ് മന്ത്രി K ബാബുവും തയ്യാറായേക്കില്ലെന്നാണ് സൂചന. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം പിറകിലാണെന്നും രക്ഷിതാക്കളുടെ ബാങ്ക് ബാലൻസിനെ അനുസരിച്ചാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഉയർച്ചയെന്നും CN ജയദേവൻ MP അഭിപ്രായപ്പെട്ടു. അന്തിക്കാട് KGM LP സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സംഘടനാ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PTA പ്രസിഡന്റ് E രമേശൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ MPയെ പൊന്നാടയണിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിബു കൊല്ലാറ, റീജ തോമസ്, അനു ഫ്രാൻസിസ്, സതി ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മൂല്യനിർണ്ണയത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് BPO പ്രസി ക്ലാസ് എടുത്തു. വൈദ്യുതി ചാർജ് വർധനവിനും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ CITU ഗുരുവായൂർ KSCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന യോഗം നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ അധ്യക്ഷത വഹിച്ചു.
KP വിനോദ്, RV ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരം 2015 എങ്കക്കാട് വിഭാഗത്തിന്റെ നോട്ടീസ് പ്രകാശനം PK ബിജു MP നിർവഹിച്ചു. പൂരക്കമ്മിറ്റി പ്രസിഡന്റ് കുങ്കുമത്ത് പരമേശ്വരൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി തുളസി കണ്ണൻ, ഡോക്ടർ P പ്രേംകുമാർ, മച്ചാട് മാമാങ്കം വിവിധ ദേശങ്ങളുടെ പ്രസിഡന്റുമാരായ രഘു പാലിശ്ശേരി, ശശികുമാർ, ഉത്രാളിക്കാവ് പൂരം വിവിധ ദേശങ്ങളുടെ ഭാരവാഹികളായ TP പ്രഭാകരമേനോൻ, TG അശോകൻ, TP ഗിരീശൻ, CA ശങ്കരൻകുട്ടി, ദേവസ്വം ഓഫീസർ P കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. മണ്ഡലമാസങ്ങളിൽ മാത്രം മനസ്സുകളിൽ ഇടം ലഭിക്കുന്ന കലാകാരന്മാരായി ശാസ്താംപാട്ട് കലാകാരന്മാർ തഴയപ്പെട്ടുവെന്ന് ശബരിമല മുൻ മേൽശാന്തി മൂത്തേടത്ത് സുകുമാരൻ നമ്പൂതിരി അഭിപ്രായപ്പെട്ടു. പെരിങ്ങോട്ടുകർ ദേവസ്ഥാനം ശാസ്താംപാട്ട് കലാകാരന്മാർക്ക് ഏർപ്പെടുത്തിയ പ്രഥമ മകരജ്യോതി സുവർണമുദ്ര പുരസ്കാരം ശാസ്താംപാട്ട് കലാകാരൻ വേണു വെള്ളാനിക്കരയ്ക്ക് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്തിക്കാട് അയ്യപ്പ സേവാ സമിതിയുടെ 3ാമത് അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നത്. സേവാസമിതി ഏർപ്പെടുത്തിയ ശരണകീർത്തി പുരസ്കാരം M ഗോപാലകൃഷ്ണൻ, കുന്നമ്പത്ത് ഗോപാലൻ നായർ, മണത്തല ജനാർദ്ദനൻ, ഗോപി തൃത്തല്ലൂർ എന്നിവർക്ക് സമ്മാനിച്ചു. ചീഫ് കോർഡിനേറ്റർ E രമേശൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, സേവാസമിതി ജനറൽ കൺവീനർ അന്തിക്കാട് പത്മനാഭൻ, അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘം പ്രസിഡന്റ് AS രാജൻ എന്നിവർ സംസാരിച്ചു. ശാസ്താംപാട്ട് മത്സരത്തിൽ മച്ചാട് സുബ്രഹ്മണ്യനും സംഘവും 1ാം സ്ഥാനവും, മച്ചാട് തങ്കരാജും സംഘവും 2ാം സ്ഥാനവും, ഗണേശമംഗലം സജിയും സംഘവും 3ാം സ്ഥാനവും നേടി. വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും സുകുമാരൻ നമ്പൂതിരി നൽകി. വികലാംഗ അസോസിയേഷൻ വരവൂർ യൂണിറ്റ് വാർഷിക പൊതുസമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി PS ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റായി VK സുരേഷ് കുമാറിനെയും സെക്രട്ടറിയായി KS ഗീതയെയും ട്രഷററായി VS ഷാജിയെയും തെരഞ്ഞെടുത്തു. ചാവക്കാട് നഗരസഭയിൽ കുടുംബ കോടതി സ്ഥാപിക്കുന്നതിന് സ്ഥലം അനുവദിക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ചാവക്കാട് പ്രദേശത്തെ കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ തൃശൂർ കുടുംബ കോടതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ബാർ അസോസിയേഷൻ മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതുവരെ നഗരസഭ നൽകുന്ന സ്ഥലത്ത് കുടുംബ കോടതി പ്രവർത്തിക്കും. നഗരസഭയിലെ മമ്മിയൂർ പ്രദേശത്തെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് കൌൺസിലർ ബേബി ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കിയ ഓണത്തിന് ഒരു കുലപ്പഴം സമഗ്ര നേന്ത്രവാഴ കൃഷി പദ്ധതിയുടെ വിളവെടുപ്പ് ഉത്സവം ഈ മാസം 31-ന് നടക്കുമെന്ന് PTA ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. 31-ന് ഉച്ചയ്ക്ക് 2-ന് കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം നിർവഹിക്കും. പദ്ധതി പ്രകാരം വീടുകളിലാണ് കുട്ടികൾ നേന്ത്രവാഴ കൃഷി നടത്തിയത്. 1000-ഓളം വാഴകളാണ് വിവിധ വീടുകളിൽ വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്നത്. വീടുകളിൽ നിന്ന് വെട്ടിയെടുത്ത് സ്കൂളിലെത്തിക്കുന്ന നേന്ത്രക്കുലകൾ ശ്രീകൃഷ്ണ വറുത്തുപ്പേരി എന്ന പേരിൽ ഓണത്തിന് വിതരണം ചെയ്യാനാണ് തീരുമാനം. കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രധാനാധ്യാപിക M സുനന്ദ, പ്രിൻസിപ്പാൾ B സജീവ്, PTA പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, KK സന്തോഷ്, കൃഷി കോർഡിനേറ്റർ KR ശശികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തല വിത്ത് വിതരണ പരിപാടി തൃത്തല്ലൂർ കമല നെഹ്റു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജുബുമോൻ വാടാനപ്പള്ളി അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പാൾ KV രോഷ്നി, കൃഷി ഓഫീസർ M മുർഷിദ്, സുഗന്ധിനി ഗിരി, പ്രധാനാധ്യാപിക ഡോളി കുര്യൻ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മികച്ച കാർഷിക സ്കൂളിനുള്ള കൃഷിഭവൻ പുരസ്കാരം സ്കൂൾ പ്രതിനിധി VD സന്ദീപ് ഏറ്റുവാങ്ങി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ലേബർ റൂം സജ്ജമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് പ്രവർത്തകർ ആശുപത്രി പരിസരത്ത് ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് യൂജിൻ മൊറേലി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് MR മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി, ഡേവിസ് വില്ലടത്തുകാരൻ, രേഖ സുരേന്ദ്രൻ, PG വേലായുധൻ എന്നിവർ സംസാരിച്ചു. വൈദ്യുതി ബന്ധം തകരാറിലായതിനാൽ ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിലെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. സിവിൽ സ്റ്റേഷനിലെ തകരാറിലായ വൈദ്യുതി ബന്ധം 3 ദിവസം പിന്നിട്ടിട്ടും പുനഃസ്ഥാപിച്ചിട്ടില്ല. മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള വൈദ്യുതി ലൈൻ ഭൂമിക്കടിയിലൂടെയാണ് വലിച്ചിട്ടുള്ളത്. സിവിൽ സ്റ്റേഷനിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ ഓഫീസ് ജോലികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. തൃശൂർ വിഡോ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒല്ലൂരിൽ CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്തു.
വിധവ സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാൻ TN രാജൻ അധ്യക്ഷത വഹിച്ചു. ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം നിർവഹിച്ചു. ചാലക്കുടി നഗരസഭ ചെയർമാൻ VO പൈലപ്പൻ, കൌൺസിലർമാരായ ജയ മുത്തിപ്പീടിക, KS സന്തോഷ്, ഫാദർ ജേസൺ മാറോക്കി, ബേബി മൂക്കൻ, രാജൻ വൈക്കാട്, ലീല സുബ്രഹ്മണ്യൻ, ഗീത തമ്പാൻ എന്നിവർ സംസാരിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ BPL കുടുംബങ്ങൾക്ക് ഓണത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പഞ്ചായത്ത് അധികൃതർ നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ച് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ ഉപരോധ സമരം നടത്തി. പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രസിഡന്റ് രാജിവെക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. LDF അംഗങ്ങളായ KS അജയൻ, KV സുധീർ, സിജോ പൂണത്ത് എന്നിവർ നേതൃത്വം നൽകി. ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശ്ശാംകടവ് ജലോത്സവത്തിന്റെ പന്തലിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ കാൽനാട്ടി. സംഘാടക സമിതി ചെയർമാൻ KV വിനോദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, സംഘാടക സമിതി ജനറൽ കൺവീനർ ഗിൽസ തിലകൻ, ട്രഷറർ VM സുർജിത്, VG അശോകൻ, KB ജയറാം എന്നിവർ പങ്കെടുത്തു. സെപ്റ്റംബർ 8-ന് രണ്ടോണ നാളിൽ നടക്കുന്ന കണ്ടശ്ശാംകടവ് ജലോത്സവത്തിൽ ചുണ്ടൻ, ഇരുട്ടുകുത്തി, ചുരുളൻ വള്ളങ്ങൾ പങ്കെടുക്കും. അത്തം ഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന കരകൌശല വസ്തുക്കളുടെയും കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങളുടെയും വിപണന പ്രദർശനമേള സരസ് മേള 2014 ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് അധികൃതർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് സരസ് മേള ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന് പുറമെ മറ്റ് 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ സെപ്റ്റംബർ 6 വരെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മേളയിലുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, കളക്ടർ MS ജയ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ എന്നിവർ പങ്കെടുത്തു. RMPയുടെ കളക്ടറേറ്റ് മാർച്ചിന് മുന്നോടിയായുള്ള ജില്ലാ വാഹന പ്രചാരണ ജാഥ ചേലക്കരയിൽ ആരംഭിച്ചു. RMP സംസ്ഥാന ചെയർമാൻ TL സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം CP ചാമി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ PJ മോൻസി, AU ആൽബിൻ എന്നിവർ സംസാരിച്ചു. വിലക്കയറ്റത്തിനും അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെയാണ് ഈ മാസം 29-ന് കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത്. ചേർപ്പ് ലൂർദുമാത ഹൈസ്കൂളിൽ ആരംഭിച്ച ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ജില്ലാ കളക്ടർ MS ജയ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജെൻസൺ ജോർജ് അധ്യക്ഷനായി. റെഡ് ക്രോസ് സെക്രട്ടറി ദേവസി ചെമ്മണ്ണൂർ, സ്കൂൾ മാനേജർ സിസ്റ്റർ ജെറാർദീന, പ്രിൻസിപ്പാൾ സിസ്റ്റർ ജ്യോതി ഫ്രാൻസിസ്, വൈസ് പ്രിൻസിപ്പാൾ TL ഷീബ, CP ഷീല എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ സ്കൂൾ കുട്ടികൾക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പഞ്ചായത്ത് തല പച്ചക്കറി വിത്ത് വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് ഗീത ഭരതൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VG ബാജി അധ്യക്ഷനായിരുന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PA എമിലി, കൃഷി ഓഫീസർ സ്മിത ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് AK പ്രദീപ്, പ്രധാന അധ്യാപകൻ CT ജാൻസി എന്നിവർ സംസാരിച്ചു. ആലപ്പാട് ഹെൽത്ത് സെന്ററിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ആശുപത്രിയുടെ വികസനം കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ച് നടത്തി. കുണ്ടോളിക്കടവ് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രി പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ BJP ജില്ലാ സെക്രട്ടറി സേവ്യർ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. BJP ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് NI സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. BJP നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് സിദ്ധൻ പറയങ്ങാട്ടിൽ, VM മനീഷ്, അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിർധന കുടുംബത്തിന് സഹായഹസ്തവുമായി ദേശമംഗലം സേവാഭാരതി കമ്മിറ്റി രംഗത്ത്. അമ്പാട്ടുകുന്നത്ത് വീട്ടിൽ പത്മിനിയുടെ വീട് സേവാഭാരതി പുനർനിർമ്മിക്കും. പൊളിഞ്ഞു വീഴാറായ വീട് പുനർനിർമ്മിക്കുന്നതിനും പുതിയ വീട് നിർമ്മാണത്തിനും പഞ്ചായത്തിൽ നിരവധി തവണ അപേക്ഷകൾ നൽകിയെങ്കിലും ഇതുവരെയും ഇവരെ പരിഗണിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ നിവേദനം നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. ഇടവേള. വാർത്തകളിലേക്ക് വീണ്ടും. കരുമത്ര ആരോഗ്യമാത LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഓണാഘോഷവും ഓണസദ്യയും നടന്നു. സ്കൂൾ മാനേജർ സിസ്റ്റർ റൂബി തോമസ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാട്ട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുര്യാക്കോസ്,
PTA പ്രസിഡന്റ് സൈമൺ തേർമഠം, MU പൗലോസ്, സിസ്റ്റർ ആഗ്നസ് എന്നിവർ സംസാരിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ ജേക്കബ് ഓണ സന്ദേശം നൽകി. മത്സ്യസമൃദ്ധിയുടെ ഭാഗമായി കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗ്രേസി റപ്പായി വിതരണോദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. ഇസഹാക്ക് കുറ്റിക്കാടൻ, P. ഗീത, KS സജിത് എന്നിവർ പങ്കെടുത്തു. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് CITU-വിന്റെ നേതൃത്വത്തിൽ മാള KSCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ CR പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. PK മാധവൻ അധ്യക്ഷത വഹിച്ചു. MK രാമകൃഷ്ണൻ, S. ലീലാവതി, EV സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. വ്യവസായ വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വ്യവസായ വികസന സെമിനാർ നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR ശ്രീനിവാസൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M. ഇന്ദിര അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെലീന രാജൻ, സെക്രട്ടറി N. റാം, P. സ്വപ്ന, VS ജലജ എന്നിവർ സംസാരിച്ചു. വ്യവസായ പദ്ധതികൾ, സാങ്കേതിക സാമ്പത്തിക ആനുകൂല്യങ്ങൾ, തൊഴിലവസരങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ച് റിട്ടയേർഡ് താലൂക്ക് വ്യവസായ ഓഫീസർ AN ശ്രീധരൻ ക്ലാസ് എടുത്തു. മതിലകം കുളിമൂട്ടം ബീച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ട് DYFI മതിലകം മേഖലാ കമ്മിറ്റി നടത്തിയ 24 മണിക്കൂർ നിരാഹാര സമരം അവസാനിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ് KV രാജേഷ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. MA ദിനേശ് അധ്യക്ഷനായി. MR വിജയൻ, MS ദിലീപ്, PH നിയാസ് എന്നിവർ സംസാരിച്ചു. 15 DYFI പ്രവർത്തകരാണ് നിരാഹാരമനുഷ്ഠിച്ചത്. ചാവക്കാട് സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ മണത്തല GHSS-ൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AK സതീരത്നം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KM അലി അധ്യക്ഷനായിരുന്നു. ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അശോക് കുമാർ മുഖ്യാതിഥിയായിരുന്നു. കൗൺസിലർ PK അബ്ദുൽ കലാം, SMC ചെയർമാൻ MR രാധാകൃഷ്ണൻ, പ്രധാന അധ്യാപിക OK സതി എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ മലമ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ AK സതീരത്നം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ അജയൻ ക്ലാസ് എടുത്തു. വൈസ് ചെയർമാൻ മാലിക്കുളം അബ്ബാസ്, ബുഷ്ര എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം പ്രവർത്തകർ, ഹോട്ടൽ ഉടമകൾ, ആശാ വർക്കർമാർ, കോൺട്രാക്ടർമാർ തുടങ്ങിയവർ ക്ലാസിൽ പങ്കെടുത്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരം 150 കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MK ചന്ദ്രൻ, MK ജമാൽ, KA കൊച്ചുമോൻ, സിനി എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ, പൊക്കാഞ്ചേരി മേഖലകളിൽ കടൽക്ഷോഭം ശക്തമായി. അഴിമുഖം, ഏത്തായ്, പൊക്കുളങ്ങര, പൊക്കാഞ്ചേരി, ഗണേശമംഗലം ബീച്ചുകളിലാണ് കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ളത്. കടൽ ഭിത്തി തകർന്ന മേഖലയിൽ 100 മീറ്ററോളം കരയിലേക്ക് തിരമാലകൾ ഒഴുകിയെത്തുന്നു. ഏത്തായ് ബീച്ചിൽ 4 വീടുകളും പൊക്കാഞ്ചേരിയിൽ 6 വീടുകളും വെള്ളക്കെട്ടിലായി. ദേശമംഗലം ITIയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ KSU SFI സംഘർഷത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ പ്രകടനവും ധർണയും നടത്തി. യൂത്ത് കോൺഗ്രസ് ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PI ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. KU നിഷാദ് അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾക്കകം റോഡ് തകർന്നതിനു പിന്നിൽ അധികൃതരുടെ അനാസ്ഥയെന്ന ആരോപണം. നടുവിൽക്കര പുല്ലൻ സെന്ററിന് കിഴക്ക് കണ്ണന്തറ റോഡാണ് തകർന്നത്. റോഡിനൊത്ത നടുക്കായി ടാറിംഗ് തകർന്ന് വലിയ ഗർത്തം രൂപപ്പെട്ടു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9, 11 വാർഡുകളിൽ കൂടി കടന്നു പോകുന്നതാണ് റോഡ്. ടാറിംഗ് നടക്കുന്ന സമയത്ത് അപാകതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നതായി AIYF വാടാനപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി AM അനിൽകുമാർ പറഞ്ഞു. സമീപത്തെ കൈത്തോട്ടിലേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ ഓവ് സ്ഥാപിക്കാത്തതാണ് റോഡ് തകരാൻ കാരണമെന്ന് പറയുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ
ശ്രീകൃഷ്ണ ഹൈസ്കൂൾ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ KSU ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. തുടർന്ന് KSU പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. സ്വീകരണ യോഗം യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി റഷി ലാസർ ഉദ്ഘാടനം ചെയ്തു. KSU മണ്ഡലം പ്രസിഡന്റ് ജിഷ്ണു K. ജയൻ അധ്യക്ഷത വഹിച്ചു. പ്രതീഷ് ഒഡാട്ട്, PK കബീർ, KB വിജു എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സീഡിറ്റ് നടപ്പാക്കുന്ന സൗരോർജ്ജ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം 27-ന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ മന്ത്രി KC ജോസഫ് നിർവഹിക്കുമെന്ന് പ്രതിനിധികൾ അറിയിച്ചു. ഗീത ഗോപി MLA അധ്യക്ഷത വഹിക്കും. CN ജയദേവൻ MP മുഖ്യാതിഥിയാകും. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തും. പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ രാജ് പ്രദീപ്, കില അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ JB രാജൻ തുടങ്ങിയവർ ക്ലാസ് എടുക്കും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ 3 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. 5.5 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR ശ്രീനിവാസനും സെക്രട്ടറി N. റാമും പറഞ്ഞു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബിന്റെ കുടുംബസംഗമവും ക്ലബ് ഹൌസിന്റെ ശിലാസ്ഥാപനവും 31-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്യും. മെമ്പർഷിപ്പ് സ്കീം ഉദ്ഘാടനം KB അബ്ദുൽ ഖാദർ MLA നിർവഹിക്കും. 50ഓളം രോഗികൾക്ക് പ്രതിമാസ പെൻഷൻ വിതരണവും ഡയാലിസിസ് സഹായ വിതരണവും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് KK സേതുമാധവൻ, സെക്രട്ടറി ഷാജി താനപ്പറമ്പിൽ, CT ജോയ്, ഗിരീഷ് C. ഗീവർ, പിന്റോ നീലങ്കാവിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർപ്പ് CNN ഗേൾസ് സ്കൂളിന് മുന്നിലെ വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലായി. കാനകൾ വൃത്തിയാക്കാത്തതിനെ തുടർന്നാണ് വെള്ളം കയറിയത്. മഴക്കാലത്തിന് മുൻപ് പാതയോരങ്ങളിലെ കാനകൾ വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ PWD അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തിരുന്നില്ല. പെരുമ്പള്ളിശ്ശേരി, തായംകുളങ്ങര, പടിഞ്ഞാട്ടുമുറി, കടാമ്പുഴ റോഡ്, ചിറ്റൂർ മന റോഡ്, ഊരകം എന്നിവിടങ്ങളിലും റോഡിനോട് ചേർന്ന കാനകൾ മണ്ണ് നിറഞ്ഞ് ഉപയോഗശൂന്യമാണ്. ഇതുമൂലം ഇവിടുത്തെ റോഡുകൾ തോടുകളായി മാറിയിരിക്കുകയാണ്. ശ്രീ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് അയ്യന്തോൾ തത്വമസി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗണേശോത്സവത്തിന്റെ ഭാഗമായി വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. അയ്യന്തോൾ കാർത്തികേയനി ക്ഷേത്രം മേൽശാന്തി കിഴക്കിനിയടം രാമൻ നമ്പൂതിരിപ്പാട് വിഗ്രഹ പ്രതിഷ്ഠ നിർവഹിച്ചു. തുടർന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല പ്രഭാഷണം നടത്തി. തത്വമസി സേവാ സമിതി ചെയർമാൻ കേണൽ M. രവീന്ദ്രനാഥ്, ജനറൽ കൺവീനർ PN കൃഷ്ണപ്രസാദ്, NSS കരയോഗം പ്രസിഡന്റ് PM രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയതിനു പിറകെ തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കും സ്ഥാനചലനം. ഇതു സംബന്ധിച്ച ഉത്തരവ് ഉടൻ വരും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന P. പ്രകാശിനെ ഏതാനും ദിവസം മുൻപാണ് സ്ഥലം മാറ്റിയത്. പുതിയ കമ്മീഷണറായി ജേക്കബ് ജോബ് ചുമതലയേറ്റതിന്റെ തൊട്ടുപിറകെയാണ് ACPയുടെ സ്ഥാനചലനം. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കിഴക്കേ നടയിലെ KSCB ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി KK സുധീരൻ, C. ഗംഗാധരൻ, KA ജേക്കബ്, CV ശ്രീനിവാസൻ, K. രമേശൻ, NP നാസർ എന്നിവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള HIV/AIDS ബോധവൽക്കരണ കലാജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. കലാജാഥയിൽ പങ്കെടുക്കുന്ന മലപ്പുറം തവനൂർ വന്ദന കലാസംഘത്തിലെ അംഗങ്ങൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കൊടകര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശിവദാസൻ, ഷിബു, ദിനേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേർപ്പ് സൗഹൃദ കൂട്ടായ്മയുടെ ശ്രമഫലമായി 15-ാം വാർഡിലെ പണ്ടാരച്ചിറ വെള്ളുന്നപ്പറമ്പിൽ മണിയുടെ കുടുംബത്തിന് വൈദ്യുതി കണക്ഷൻ ലഭ്യമായി. മണിയുടെ മകൻ വിഷ്ണു വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ പഠനത്തിനായി അയൽ വീടുകളെയാണ് ആശ്രയിച്ചിരുന്നത്. CNN ബോയ്സ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും പഠനത്തിൽ ഒന്നാമനുമാണ് വിഷ്ണു. വിഷ്ണുവിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ സ്കൂൾ പ്രധാന അധ്യാപകൻ AR പ്രവീൺകുമാർ സൗഹൃദ കൂട്ടായ്മ പ്രവർത്തകരോട് കുടുംബത്തെ സഹായിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു. കൂട്ടായ്മ പ്രസിഡന്റ് CN സജീവൻ വൈദ്യുതിയുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. പ്രവർത്തകരായ കൃഷ്ണമൂർത്തി എട്ടുമന, ഷാജൻ കൈപ്പുള്ളി, BB സുരേന്ദ്രൻ, മജീദ് മുത്തുള്ളിയാൽ, BV രാജൻ, KK വിജയൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് എറിയാട് പഞ്ചായത്തിൽ സംയുക്ത സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് VS സുനിൽകുമാർ MLA ചൊവ്വാഴ്ച ഉപവാസം അനുഷ്ഠിക്കും. മുതുവട്ടൂരിൽ അനധികൃത കെട്ടിടത്തിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിന് അനുമതി നൽകിയതിനെ ചൊല്ലി ചാവക്കാട് നഗരസഭയിൽ വാക്കേറ്റവും ബഹളവും. നികുതി അടയ്ക്കാത്ത കെട്ടിട ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ AK സതീരത്നം. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ സമ്പൂർണ്ണമായി വിദേശ മദ്യനിരോധനം നടപ്പാക്കണമെന്ന് TN പ്രതാപൻ MLA. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും MLA കത്ത് നൽകി. ഗ്രാമവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.